ഇതൊരു റിമോട്ട് ബെല്ലാണ്, അതായത് വയർലെസ് ബെല്ലാണ്. കൊളോറസിൻ്റെ ക്യാപ്റ്റീവ റിമോട്ട് ബെല്ലാണിത്. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് 36 ടോൺ ഉണ്ട്, 18 മീറ്റർ ഓപ്പറേറ്റിംഗ് റേഞ്ചാണ്. അതായത് ഇതിൻ്റെ റിമോട്ട് സ്വിച്ച് നമുക്ക് 80 മീറ്റേഴ്സിനുള്ളിൽ ഇത് യൂസ് ചെയ്യാൻ പറ്റും. എലഗൻറ്റ് ഡിസൈനാണ്, വോളിയം സെലക്ഷൻ ഇതിനകത്തുണ്ട്, വയർലെസ് ഡിജിറ്റലാണ് ഇതിൽ കൊടുത്തിട്ടുണ്ട് ബോക്സിൽ. ഇതിൽ സേഫ്റ്റി ഇൻസ്ട്രക്ഷനായിട്ട് കുറച്ച് കാര്യം കൊടുത്തിട്ടുണ്ട്. നമ്മൾ മോയ്സ്ചറിൽ യൂസ് ചെയ്യരുത്, ടെമ്പറേച്ചർ മാനേജ് ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൽ MRP 755 കൊടുത്തിരിക്കുന്നത്. പക്ഷേ ലോക്കൽ മാർക്കറ്റിൽ 500 താഴെ മാത്രമേ ഇതിന് റേറ്റ് വരുന്നുള്ളൂ. ഇതിൽ ഇമ്പോർട്ടഡ് ഡേറ്റ് വന്നിട്ട് 1/2024 എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ അവരുടെ QR കോഡ് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഇൻസ്ട്രക്ഷനായിട്ട് കൊടുത്തിരിക്കുന്നത് ദിസ് പ്രോഡക്റ്റ് ഈസ് റെക്കമെൻഡഡ് ഫോർ ഇൻഡോർ യൂസ് ഓൺലി. ഇത് ഇൻഡോർ യൂസ് ചെയ്യാൻ കരുതി മാത്രമാണ് ഇത് യൂസ് ചെയ്യുന്നത്. കാരണം ഇതിൽ വാട്ടർ പ്രൊട്ടക്ഷനോ ഒന്നുമില്ല. ജസ്റ്റ് പ്ലാസ്റ്റിക് മെറ്റീരിയലിൽ ഒരു ബോർഡ് സർക്യൂട്ട് വെച്ച് ചെയ്തിരിക്കുന്നതാണ്. ഇതിൻ്റെ നോട്ടായിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. ഇത് 3 നമ്പേഴ്സ് ഓഫ് 1.5 വോൾട്ട് AA ബാറ്ററി, അതായത് നമ്മുടെ ക്ലോക്കിൽ യൂസ് ചെയ്യുന്ന നോർമൽ ബാറ്ററി 3 എണ്ണം വെച്ചാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ റിമോട്ട് വന്നിട്ട് വർക്ക് ചെയ്യുന്നത് ഒരു 12 വോൾട്ട് ഒരു ചെറിയൊരു സെല്ലിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ മോഡൽ നമ്പർ ഞാൻ അത് ഓപ്പൺ ചെയ്യുമ്പോൾ കാണിച്ചു തരാം. ഇത് ഡു നോട്ട് എക്സ്പോർട്ട് ടു സൺലൈറ്റ് ഓർ റെയിൻ എന്നത് പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഓപ്പറേറ്റിംഗ് റേഞ്ചാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. ഇതവർ ഷോപ്പിൽ വെച്ച് എനിക്കൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചായിരുന്നു, അതാണ് കുറച്ച് കീറിയിരിക്കുന്നത്. അവർ പ്രത്യേകിച്ച് കെയറിംഗ് ഒന്നും ചെയ്യാതെയാണ് ഇത് പൊട്ടിച്ചെടുത്തത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ബോക്സിനകത്തുള്ളത്. അല്ലാണ്ട് ഇതിനകത്ത് യൂസർ മാനുവലോ ഒരു സാധനം തന്നെ ഇതിനകത്തില്ല. ഇതാണ് മെയിൻ യൂണിറ്റ്, റിസീവർ യൂണിറ്റായിട്ട്. കൊളോറസിൻ്റെ ഒരു ബാൾജിങ് ഉണ്ട്, ഒരു ഡിസൈനിങ് ഉണ്ട്. ഇതൊരു സ്പീക്കർ വെൻ്റാണ്. നമുക്ക് ആണിയിലോ സ്ക്രൂവിലോ തൂക്കാനുള്ള ഒരു സ്ക്രൂ ഹോളുണ്ട്. പിന്നെ QC ക്ലിയറൻസിൻ്റെ 2 സ്ക്രൂ. ഇതാണ് ബാറ്ററി ടെർമിനൽ വരുന്നത്. 3 ബാറ്ററിയാണ് യൂസ് ചെയ്യുന്നത്. AA ബാറ്ററിയാണ് നമുക്ക് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. സൈഡിലായിട്ട് ഇതിൻ്റെ വോളിയം ഇൻക്രീസിങ് ബട്ടണും ടോൺ സെലക്ഷനും ഉണ്ട്. വേറെ കൺട്രോളിംഗ് ഒന്നുമില്ല. ഇതിൽ സെലക്ഷനായിട്ട് ഇതിനകത്ത് വോളിയം കൺട്രോളും നമുക്ക് മെലഡി സെലക്ടറും ഒരുപാട് മെലഡീസ് ഉണ്ട്. നമുക്ക് ഇഷ്ടാനുസരണം ഇത് സെലക്ട് ചെയ്തിടാവുന്നതാണ്. ഇതാണ് ട്രാൻസ്മിറ്റർ സ്വിച്ചായിട്ട് യൂസ് ചെയ്യുന്നത്. ഇതിൽ ജസ്റ്റ് പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ വേറെ ഒന്നും സെലക്ട് ചെയ്യേണ്ടതുണ്ട്, ഇത് മാത്രം സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ ഒരു ലൈറ്റും ഇത് വരുന്നതാണ്. ഇതിൽ വേറെ ഹുക്ക് ചെയ്യാനെന്നുള്ള ഒരു ഇതുമില്ല. ഇത് ഡബിൾ സൈഡ് ടേപ്പാണ് അവർ ഒട്ടിച്ചിരിക്കുന്നത്. ഇതിന് വലിയ ആരോഗ്യമൊന്നുമില്ല. അതായത് അവർ ജസ്റ്റ് പ്ലഗ് ചെയ്തിട്ടേ ഉള്ളൂ.
നമുക്ക് സ്ക്രൂ ചെയ്യാൻ കരുതി ഡയറക്റ്റ് വാളിൽ സ്ക്രൂ ചെയ്യാൻ കരുതി 2 ഹോളുണ്ട്. അത് നമ്മൾ ആവശ്യാനുസരണം യൂസ് ചെയ്യേണ്ടതാണ്. ഇത് ഓപ്പൺ ചെയ്യാൻ വേറെ ഒന്നുമില്ല. ക്ലോസ് എന്ന് എഴുതിയിരിക്കുന്നതിൻ്റെ ലോഗോ വരെ, അതായത് നമ്മളിങ്ങനെ സ്ട്രെയിറ്റ് ആണ് വയ്ക്കുന്നത്. ഈ മേൽ വശത്തും ഒന്നുമില്ല, അടിവശത്ത് നമ്മൾ ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് ഒന്ന് ഉയർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഓപ്പണായി വരുന്നതാണ്. ഇതാണ് ട്രാൻസ്മിറ്ററിൻ്റെ വരുന്നത്. നമ്മളുടെ 12 വോൾട്ട് 23 ആംപിയറിൻ്റെ ഒരു ബാറ്ററിയാണ് ഇത് വരുന്നത്. ഇത് വാട്ടർ പ്രൂഫിംഗ് ഒന്നുമല്ല, ജസ്റ്റ് ഇൻഡോർ യൂസിന് മാത്രം യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. നമ്മളിതിനകത്ത് കറക്റ്റ് അവർ ബാറ്ററിയുടെ കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. DC 12 വോൾട്ട് സൈസ് 23 ആംപിയർ VA23GA പറഞ്ഞ മോഡലിനാണ് ബാറ്ററി യൂസ് ചെയ്യേണ്ടത്. ടോൺസ് ഓൺ ടിപ്പ് എന്ന് എഴുതിയിട്ടുണ്ട്. നമുക്കിത് സ്ക്രൂ ചെയ്യാം. ഇത് കറക്റ്റ് നമ്മളിപ്പോൾ സ്ക്രൂ ആണ് ചെയ്യുന്നതെങ്കിൽ വരെ ഈസി ആയിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കരുതി ഇത് എങ്ങനെയാണ് സ്ട്രൈറ്റ് ആയിട്ട് വെക്കേണ്ടതെന്നുള്ളത് ഇതിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് സ്ക്രൂ പതുക്കെ പ്രസ് ചെയ്യുമ്പോൾ തന്നെ ഇത് ഓപ്പണായി വരുന്നുണ്ട്. നമുക്കിത് സ്ക്രൂ ചെയ്തിട്ട് ജസ്റ്റ് പ്രസ് ചെയ്യുക, ക്ലിപ്പ് ചെയ്താൽ മാത്രം മതി. ഇത്രയാണ് ഇതിനകത്ത് വരുന്നത്. നമുക്കിത് പിന്നീട് ഒരു 5 വോൾട്ടിൽ അഡാപ്റ്റർ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ഇത് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിപ്പോൾ 1.5ൻ്റെ 3 ബാറ്ററിയാണ് യൂസ് ചെയ്യുന്നത്. ഒരു 4.5 വോൾട്ടേജ് ഇതിൽ തന്നെ എടുക്കുന്നുണ്ട്. അല്ലാണ്ട് നമുക്ക് 5 വോൾട്ടിൽ കറക്റ്റായിട്ട് ഇത് വർക്ക് ചെയ്യുന്നതാണ്. അത് പിന്നീട് ഇത് കുറച്ച് ഇതിൻ്റെ വാറണ്ടിയും കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ നമുക്ക് അങ്ങനെയായിട്ട് യൂസ് ചെയ്യാം. അതെങ്ങനെയാണ് ചെയ്യുന്നുണ്ടെന്നുള്ള വീഡിയോ ഞാൻ പിന്നീട് ഇടുന്നതായിരിക്കും.